സാധാരണ ജനങ്ങൾക്ക് ഇദ്ദേഹം അധികാരത്തിൽ കയറിയിട്ട് ഉപദ്രവമല്ലാണ്ട് ഒരിക്കലും ഉപകാരം ഉണ്ടായിട്ടില്ല. ജനങ്ങൾ അവസാനം നിവർത്തിയില്ലാണ്ട് വിമോചന സമരം നടത്തിയാണ് ഇവരെ പുറത്താക്കിയത്. സ്ഥിരമായിട്ട് മാവേലി സ്റ്റോറിൽ സാധനങ്ങൾ മേടിച്ചു, അങ്ങനെയൊക്കെ പോകണം. അതൊക്കെ പൂട്ടി, റേഷൻ കട പൂട്ടി, ഒക്കെ ടാക്സി ഇരട്ടി 3 ഇരട്ടിയൊക്കെ ആക്കി. ജനങ്ങൾക്കൊരു ഉപകാരമില്ല ഈ ഇവർ കയറിയിട്ടും. ഇപ്പോൾ കോൺഗ്രസ് കയറിയാലും ഇതൊക്കെ തന്നെ ആയിരിക്കും. BJP പേടിച്ചിട്ടാണ് അവരിങ്ങനെ എല്ലാം അടങ്ങി ഒതുങ്ങി പോകുന്നത്. മദ്യം വിറ്റ് കാശുണ്ടാക്കുക, ലോട്ടറി വിറ്റ് കാശുണ്ടാക്കുക, നടക്കുന്നില്ല. ഇവിടെ മൂവ്മെന്റിന്റെ കറങ്ങി നടക്കല എല്ലാം വേണ്ടത്. അസാധ്യമെന്ന് കരുതിയത് ഇനി സാധ്യമാകും ഹാട്രിയിലൂടെ. ഹാട്രി ഹെയർ ട്രാൻസ്പ്ലാന്റ് ആൻഡ് PRP ക്ലിനിക്. ഇപ്പോൾ വിഷയം എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി വിദേശയാത്രയ്ക്ക് പോയിരിക്കുന്നതാണ്. ജനങ്ങൾ ഇവിടെ കഷ്ടപ്പെടുമ്പോൾ മുഖ്യമന്ത്രി സുഖയാത്രയ്ക്ക് പോകുന്നു. ഇതിനൊക്കെ കുറിച്ച് എന്താണ് പറയാനുള്ളത് സാധാരണ ജനങ്ങൾക്ക്? സാധാരണ ജനങ്ങൾക്ക് ഇദ്ദേഹം അധികാരത്തിൽ കയറിയിട്ട് ഉപദ്രവമല്ലാണ്ട് ഒരിക്കലും ഉപകാരം ഉണ്ടായിട്ടില്ല, ഗുണമൊന്നും ഉണ്ടായിട്ടുള്ള ആനുകൂല്യങ്ങൾ ജനങ്ങൾ അനുഭവിക്കുന്ന എല്ലാ സൗകര്യങ്ങളും ഒക്കെ ഒന്നോരോന്നോരോന്ന എടുത്ത് മാറ്റി. ഇപ്പം ഇവർക്ക് തന്നെ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത വിധത്തിലായേക്കണേണ്. ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല എന്ന് ഓർത്തിട്ടായിരിക്കും പുള്ളി വിദേശത്തേക്ക് പോയത്. അപ്പോൾ ഈ BJP പേടിച്ചിട്ട് ഈ പ്രചാരണത്തിനെയൊക്കെ അവോയ്ഡ് ചെയ്തിട്ടാണ് മുഖ്യമന്ത്രി ഈ യാത്ര പ്ലാൻ ചെയ്തത് എന്നാണ് പറയുന്നത്. അപ്പോൾ BJP പേടിച്ചാണെങ്കിൽ ഈ പറയുന്ന BJP പിണറായി ബന്ധം എങ്ങനെ വരുന്നു? അതിന് വല്ലതും വാസ്തവം ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? അത് സംഭവവികാസങ്ങൾ വെച്ച് നോക്കുമ്പോൾ അതിൽ കുറേ വാസ്തവമുണ്ടെന്നാണ് തോന്നുന്നത്. അത് പരസ്യമായിട്ട് അവർക്ക് ബന്ധപ്പെടാൻ പറ്റില്ലല്ലോ. രഹസ്യമായിട്ട് സംഭവവികാസങ്ങൾ എന്ന് പറഞ്ഞതൊന്ന് വിശദീകരിക്കാമോ? എല്ലാവരും കേസ് നീട്ടി കൊണ്ടുപോകല്. ഇപ്പോൾ മറ്റേ കരിമണൽ ഖനനത്തിൻ്റെ അത് ഇങ്ങനെ ED ഇപ്പോൾ പിടിക്കുന്നുണ്ട്, ഇപ്പോൾ പിടിക്കണം, ആരെ പിടിക്കണം. അതുപോലെ തന്നെ മറ്റേ കരുവന്നൂർ സഹകരണ ബാങ്കിൽ ഇവരുടെ നേതാക്കന്മാരെല്ലാം മുഴുവനും ആരെങ്കിലും ഇങ്ങനെ പിടിച്ച് അങ്ങോട്ട് വിടും. പിന്നെ അത് വാർത്തയെല്ലാം ഉണ്ടാവും. ഇപ്പോൾ EP ജയരാജൻ പറഞ്ഞത് പാർട്ടിയിലുള്ളവർ എവിടെ പോകണം, എന്ത് സംസാരിക്കണം, എവിടെ പോയിട്ട് എന്ത് സംസാരിക്കണം എന്നുള്ളതൊക്കെ പാർട്ടിയിലുള്ളവർ തന്നെ തീരുമാനിക്കുമെന്ന് ആണ്. ഇതൊക്കെ CPMൻ്റെ ജനങ്ങളോടുള്ള കമ്മിറ്റ്മെൻറ്റിനെ ചോദ്യം ചെയ്യുന്ന വസ്തുതകളല്ല. അവർക്ക് പഴയ കാലം തൊട്ട് തന്നെ ജനങ്ങളോട് വലിയ താല്പര്യമില്ലാത്ത ആൾക്കാരാണ്. 57 മുതലുള്ള ഭരണം കിട്ടിയപ്പോൾ തുടങ്ങി ജനങ്ങൾ അവസാനം നിവർത്തിയില്ലാണ്ട് വിമോചന സമരം നടത്തിയാണ് ഇവരെ പുറത്താക്കിയത്. ഇന്നും ആവശ്യമൊക്കെ തന്നെയാണ്. ഇന്ന് വിമോചന സമരം നടത്താൻ ആളില്ല, അല്ലെങ്കിൽ അത് തയ്യാറല്ല, അത് മോളിൽ നിന്ന് അത് സൗകര്യമില്ല. അപ്പോൾ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ജനങ്ങൾ അനുഭവിക്കാനാണ്. ഇവിടെ ഇപ്പോൾ ഞാൻ സാധാരണക്കാരാണ്. ഞാൻ സ്ഥിരമായിട്ട് മാവേലി സ്റ്റോറിൽ സാധനങ്ങൾ മേടിച്ചു, അങ്ങനെയൊക്കെ പോകണം. അതൊക്കെ പൂട്ടി, അവിടെ എങ്ങും ഒന്നുമില്ല, റേഷൻ കട പൂട്ടി. അതുപോലെ തന്നെ 2-3 ബിൽഡിങ് വാടക കൊടുത്തിട്ട് ജീവിക്കണം. അതിൻ്റെയൊക്കെ ടാക്സി ഇരട്ടി 3 ഇരട്ടിയൊക്കെ ആക്കി. അടക്കാൻ പറ്റുള്ള, ജീവിക്കാൻ പറ്റുള്ള അവസ്ഥയിലൊക്കെ ആക്കി. ഷോയില്ല. അപ്പോൾ എന്ത് ചെയ്യും? അവർക്ക് പറ്റുന്ന സംഘടിത മേഖലയിലെ തൊഴിലാളികൾ, സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം, ആനുകൂല്യം, പിന്നെ ഇവരും കുറേ അങ്ങോട്ട് കൂട്ടിയിട്ട് ഇപ്പോൾ 50% 100% കൂട്ടാൻ പോണേ മന്ത്രിമാർക്ക് ശമ്പളം, അലവൻസ്. ഇവിടെ പെൻഷൻ കൊടുക്കണില്ല, ശമ്പളം കൊടുക്കണില്ല, അതില്ല, എല്ലാം പൂട്ടി. KSRTC പൂട്ടാൻ പോകും. അതുപോലെ വാട്ടർ അതോറിറ്റിയൊക്കെ ശരിക്കും ഭയങ്കര കഴുത്തറപ്പല്ലേ ഇലക്ട്രിസിറ്റി ബോർഡൊക്കെ. ജനങ്ങളെ പിഴിയനാണ്. ഞാനൊക്കെ 2000-4000 രൂപ വെച്ച് കൂടുതൽ അടക്കണേ, അടച്ചുകൊണ്ടിരിക്കണ കൂടാണ് മാസം. അപ്പോൾ എങ്ങനെ പോകുന്നതായിരിക്കും നമുക്കും വിഷമമുണ്ട്. അപ്പോൾ ഇയാൾക്കൊന്നും അറിയണ്ടല്ലോ. ഇയാൾക്കിങ്ങനെ ചുറ്റിക്കളിച്ച് നടന്ന കുറേ നാൾ 2-3 മാസം ബസ്സിൽ കയറി നടന്ന് കാണിച്ചു. 19 മന്ത്രിമാർ 21 മന്ത്രിമാർ ഇയാളും കൂടി അത് സൂചിച്ച് ആഡംബരം കാണിച്ച് ഇങ്ങനെ നടന്നു. എന്തിനു നടക്കണം, എന്താ പറയണത്? ഒരു സ്ഥലത്ത് നിന്ന് തന്നെ പറഞ്ഞാൽ വേറെ സ്ഥലത്ത് ചെന്നു, അയാൾ തന്നെ പറയും. ഇപ്പോൾ വിദേശത്തേക്ക് പോയേക്കണം, എന്തിനാണ് പോയേക്കണം? പിന്നെ കേരളീയമൊന്നും പറഞ്ഞിട്ട് അവിടെ തിരുവനന്തപുരത്തായിട്ട് നടത്തി. എന്താണ് ദൈവത്തിനറിയാം. ഇതുപോലെ തന്നെ മുൻപ് ഒരു പ്രാവശ്യം മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഒരു US യാത്രയ്ക്ക്, മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിന് എന്ന് പറഞ്ഞിട്ട് US യാത്രയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്തും ഈ മന്ത്രിമാരുടെ ചുമതല ഒന്നും, മുഖ്യമന്ത്രി എന്നുള്ള ചുമതലയൊന്നും ആരെയും ഏൽപ്പിക്കാണ്ടാണ് പോയത്. അതേപോലെ പിന്നെയും ഇപ്പോൾ 16 ദിവസത്തേക്ക് വിദേശയാത്ര എന്ന് പറഞ്ഞിട്ട് പോയിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ ചുമതല ആരോട് ഏൽപ്പിക്കാണ്ടാണ് പോയിരിക്കുന്നത്. ഇതൊക്കെ ജനങ്ങളെ എങ്ങനെയാണ് ബാധിക്കുന്നത്? അല്ല, അതിൻ്റെ ആവശ്യമില്ലാന്ന് അയാൾക്ക് തോന്നിയിരുന്നു. അയാളിപ്പോൾ 2-3 മാസം അവിടെ നിന്ന് കാസർഗോഡ് തുടങ്ങി യാത്ര തുടങ്ങിയിട്ട് അവിടെ ആരുണ്ടായി തിരുവനന്തപുരത്ത് ഭരണം നോക്കാനായിട്ട്? അത് കളവ് നടക്കും, പിടിച്ചുവരെ നടക്കും, ബലാത്സംഗം നടക്കും. അതൊക്കെ അതിൻ്റെ വഴിക്ക് നടക്കും. പിടിച്ചാൽ പിടിച്ച് പ്രതിനെ
അതങ്ങനെ ഉള്ളൂ. അതുപോലെ തന്നെ അപ്പോൾ ഇതൊന്നും മുഖ്യമന്ത്രിയുടെ ഉത്തരവാദിത്വം അല്ലേ? അവർ വിപ്ലവകാരികളാണെന്നുള്ളവരാണ്. അമേരിക്കൻ സാമ്രാജ്യത്വം, പിന്നെ ബൂർഷ്വ, പെറ്റി ബൂർഷ്വ, ഭൂപ്രഭു, ജന്മിത്വം എന്നൊക്കെ പറഞ്ഞ് ഇപ്പം അതൊന്നും വാക്കുകൊണ്ട് പോലും പറയണില്ലല്ലോ. അത് പറയണ്ട. അങ്ങനെ അമേരിക്കയിൽ പോയി ന്യൂയോർക്കിൽ പോയിട്ട് തെരുവിൽ പോയി നിൽക്കണ ഒരു പടം കണ്ടിയാൽ സുഖമില്ലാത്ത ആളോട് പോയി. സംസ്ഥാനത്തോടുള്ള ഉത്തരവാദിത്വം കുറേ ആയിട്ട് കുറഞ്ഞിരിക്കുന്നു മുഖ്യമന്ത്രിക്ക് എന്ന് തോന്നുന്നുണ്ടോ? മുഖ്യമന്ത്രിക്കല്ല, ആ പാർട്ടിക്ക് തന്നെ ഉത്തരവാദിത്വം, ജനങ്ങളോട് ഉത്തരവാദിത്വമില്ല. അവരവരുടെ പാർട്ടി, അവരുടെ സംവിധാനം അത് മാത്രമാണ് സംരക്ഷിക്കണം. പണ്ടും അങ്ങനെ തന്നെ. അത് എപ്പോഴും ഭരണത്തിൽ കയറിയ ജനം വെറുത്താണ് ഇത് പുറത്താക്കണം. ഇപ്രാവശ്യം രണ്ടാമതൊരവസരം കിട്ടിയപ്പോൾ നമ്മുടെ AK ആന്റണി സാറ് പറഞ്ഞ പോലെ രണ്ടാമത് കിട്ടിയപ്പോൾ ഒന്നും കൂടി ദുർബലമായി. ഇവിടുത്തെ ഈ മെട്രോമാൻ ശ്രീധരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കേരളത്തിലെ ജനങ്ങൾ ഇവർ രണ്ടാമതും അധികാരത്തിലെത്തിച്ചാൽ അത് വലിയ ദുരന്തത്തിലേക്ക് പോകുന്നു നാട്. അത് സംഭവിച്ചു കഴിഞ്ഞത്. അദ്ദേഹം BJP പോയതുകൊണ്ടായിരിക്കും ജനങ്ങളത് ഓരോരുത്തരെടുത്തില്ല. പക്ഷേ അതിപ്പോൾ ദുരന്തം ജനങ്ങൾ അനുഭവിക്കുകയാണ്, ഇവരനുഭവിക്കണില്ല. ഇവർക്ക് കുഴപ്പമൊന്നുമില്ല. ഇവർ ശമ്പളം കൂട്ടും, പെൻഷൻ കൂട്ടും, 45 കാറിന് സഞ്ചരിക്കും. അവർക്കെന്താണ് കുഴപ്പം? അമേരിക്ക ഇപ്പോൾ പോകണമെങ്കിൽ ഇപ്പോൾ പോകും. അപ്പോൾ എന്തായാലും ജനങ്ങൾ ഇങ്ങനെ ഓരോന്ന് അനുഭവിക്കുമ്പോൾ മുഖ്യമന്ത്രി ധൂർത്തടിച്ച് നടക്കുവാണ് എന്നാണോ പറയാനുള്ളത്? ധൂർത്തനാണല്ല, അനുഭവത്തിൽ നമുക്കറിയാമല്ലോ. എല്ലാം ധൂർത്താണല്ല. ക്ലിഫ് ഹൗസ് നന്നാക്കാൻ കോടിക്കണക്കിന് രൂപ, പശുത്തൊഴുത്ത് നന്നാക്കാൻ കോടിക്കണക്കിന് രൂപ, നീന്തൽക്കുളം, അതൊക്കെയാണ് വലിയ വികസനം എന്ന് പറയണം. ഇദ്ദേഹം വന്നിട്ട് എന്ത് വികസനം ഇവിടെ നടത്തി? ഇപ്പം നമ്മുടെ ഈ കാണുന്ന മെട്രോ തന്നെ ഉമ്മൻചാണ്ടി സർക്കാർ കൊണ്ടുവന്നാണ്. അത് വന്നപ്പോൾ ഉദ്ഘാടനം ചെയ്തു. അത് കുറച്ചും കൂടി കാക്കനാട്ടേക്ക് നീട്ടാനുണ്ട്. ഇന്ന് വരെ 8 കൊല്ലമായിട്ട് അത് ഒന്നും ചെയ്തിട്ടില്ല. ഇങ്ങനെ പറയും അവർ കേന്ദ്രം എങ്ങനെ വഹിച്ചില്ല അതാണെന്നൊക്കെ പറയും. അല്ലാണ്ട് ഇവിടെ അതിന് പണമുണ്ട്, നമുക്കറിയാമല്ലോ. ഇവരെ കൊണ്ടൊന്നും നടക്കൂല, പൈസ ഇല്ലല്ലോ. ഇപ്പോൾ ഈ യാത്ര പോയിരിക്കുന്നത് സ്പോൺസർഷിപ്പാണോ അതോ ഖജനാവിൽ നിന്ന് പണം എടുത്തിട്ടാണെന്നാണോ തോന്നുന്നത്? എന്താണ് തോന്നുന്നത്? ഇപ്പോൾ തൽക്കാലം ഇപ്പം നമുക്ക് അതിനെപ്പറ്റി ഒന്നും അറിയാൻ പറ്റൂല. അത് ഖജനാവിൽ നിന്ന് തന്നെ പണം എടുത്തിട്ട് പോകുക. അതിൻ്റെ മലക്കം മറിച്ചിൽ പറഞ്ഞ് എന്തെങ്കിലും ന്യായീകരണമായിട്ട് പിന്നീട് വരും. അയാളും കുടുംബവും മക്കളും പിന്നെ ഒക്കെ കൂടിയല്ലേ പോയേക്കണം, പേരക്കുട്ടികളും എല്ലാവരും കൂടിയല്ലേ പോയേക്കണം. കറങ്ങി നടക്കണേണ്. നമ്മളിവിടെ പട്ടിണിയാണ്. വിദേശത്ത് യാത്ര പോയിരിക്കുകയാണെന്ന് പറഞ്ഞത്, ഇവിടെ ജനങ്ങൾ ഇത്രയും പ്രശ്നങ്ങൾ നേരിടുമ്പോഴാണ് മുഖ്യമന്ത്രി വിദേശയാത്രയ്ക്ക് പോയിരിക്കുന്നത്. ഇതിനൊക്കെ ജനങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നു? മുഖ്യമന്ത്രിക്ക് അവർക്ക് പോകാമല്ലോ. ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ള അവരുടെ ഒരു ഇതാണ്. നമുക്കിപ്പോൾ ഇവർ ഭരിച്ച് 5 വർഷം കഴിഞ്ഞ് രണ്ടാമത്തെ 5 വർഷമായപ്പോൾ തന്നെ മൊത്തത്തിൽ ബുദ്ധിമുട്ടാണ്. സാധനങ്ങൾക്കെല്ലാം വിലയും കൂടി, ഒന്നും കുറഞ്ഞിട്ടുമില്ല. പിന്നെയാണെങ്കിൽ ആകെപ്പാടെ എല്ലാം ബുദ്ധിമുട്ടുകളാണ്. എല്ലാവരും ജോലി സംബന്ധമായ കാര്യങ്ങളെല്ലാം അവർ ഭരിച്ച് രണ്ടാമത്തെ പ്രാവശ്യം വരുമ്പം എല്ലാം ശരിയാക്കുമെന്ന് പറഞ്ഞ് കരുതാം. ഇപ്പം പഴയ കഷ്ടമായിട്ട് ഇപ്പോൾ അവർ അവരുടെ ഭരണം. അവർക്ക് ഇങ്ങനെ യാത്രയും ചെയ്ത് അവരുടെ മന്ത്രിമാർക്കും PAക്കും അവർക്കൊന്നും വിഷയമില്ല. സാധാരണ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുക എന്നാണ് അവരുടെ ഇത്. അതിപ്പം ആർക്ക് നമ്മൾ വോട്ട് ചെയ്താലും 2 പാർട്ടിക്കാരും നടക്കാറ്. ഇതിപ്പോൾ പോയിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ചുമതലകൾ ഒന്നും ആരും ഏൽപ്പിക്കാണ്ടാണ് പോയിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ജനങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കില്ലേ? ഭരണത്തിലും ജനങ്ങൾക്കും പ്രശ്നം ഉണ്ടാക്കില്ല? പ്രശ്നമുണ്ടല്ലോ, പ്രശ്നമാക്കുകയാണ്. അതില്ല, അതാ പറഞ്ഞാൽ അവരുടേതായ രീതിയിലുള്ള കാര്യങ്ങൾ അവർ ചെയ്തു പോവുകയാണ്. അവരുടെ കാര്യങ്ങൾ ഓരോ ചെയ്യാൻ വെളിയിൽ ഗൾഫിൽ പോയി അവരുടെ ആവശ്യങ്ങളില്ല. ജനങ്ങളെ ഒരു സേവനം ഒന്നും സംഭവമില്ല. ഇപ്പം പൊതുവേ ഇപ്പോൾ ജനങ്ങൾ ബുദ്ധിമുട്ടിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ജനങ്ങൾക്കൊരു ഉപകാരമില്ല ഈ ഇവർ കയറിയിട്ടും. ഇപ്പോൾ കോൺഗ്രസ് കയറിയാലും ഇതൊക്കെ തന്നെ ആയിരിക്കും. മനസ്സിലായോ? അപ്പോൾ ഇപ്പോൾ ഈ ഒരു സംഭവങ്ങളൊക്കെ വെച്ച് നോക്കിയാൽ ജനങ്ങൾ മുഖ്യമന്ത്രിയുടെ സംസ്ഥാനത്തോടുള്ള ഉത്തരവാദിത്വത്തെ ചോദ്യം ചെയ്യാൻ സാധ്യതയുണ്ട്. ചോദ്യം ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം വെച്ചാൽ അതുപോലെയുള്ള ഒരു ഭരണം നല്ല രീതിയിലല്ല ഇവർ കാഴ്ചവെച്ചിരിക്കുന്നത്. രണ്ടാമത്തെ ഇപ്പോൾ കയറി കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു പഴയതിലും ഇതായിട്ടാണ് അവരുടെ ഭരണം മോശമായിട്ടാണ് പോകുന്നത് പൊതുവെ. അപ്പോൾ ജനങ്ങൾക്ക് എല്ലാവരും അറിയാമല്ലോ. കേരളത്തിലെ ജനങ്ങൾ പറഞ്ഞാൽ അവർക്ക് അതിൻ്റെ ഇത് അറിയാം. പക്ഷെ മറ്റുള്ള സംസ്ഥാനം പോലല്ലോ വിദ്യാഭ്യാസപരമായിട്ടും എല്ലാതുമായിട്ടും. ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് പ്രചാരണത്തിന് ഒഴിവാക്കിയിട്ട് മറ്റ് സംസ്ഥാനത്തെ പ്രചാരണത്തിന് ഒഴിവാക്കിയിട്ട് മുഖ്യമന്ത്രി BJPയെ പേടിച്ചിട്ടാണ് ഈ യാത്ര നടത്തിയിരിക്കുന്നത് എന്നാണ്. ഇത് എത്രത്തോളം വാസ്തവം ആണെന്ന് തോന്നുന്നു? ഇതിപ്പോൾ കേന്ദ്രത്തിൽ BJP മൊത്തത്തിൽ ഭരിക്കുന്നുണ്ട്. ഈ മുഖ്യമന്ത്രി കുറേയൊക്കെ കണ്ണടച്ച് വിടുവാണ്. കാരണം അവർക്ക് ഒന്നും എടുത്തുചാടി ചെയ്യാൻ പറ്റത്തില്ല. ചെയ്തു കഴിഞ്ഞാൽ അവരുടേതായ ദോഷ്യങ്ങൾ പല ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ടാണ് പുള്ളി BJPയെ പേടിച്ചിട്ടാണ് അവരിങ്ങനെ എല്ലാം അടങ്ങി ഒതുങ്ങി പോകുന്നത്. മനസ്സിലായോ? ഞങ്ങളിൽ പറയുന്നത് ഈ BJPയും പിണറായിയുമായിട്ട് ഒരു ബാന്ധവം ഉണ്ടെന്നാണ്. പൊതുവെ ജനങ്ങൾ അപ്പോൾ ഇങ്ങനെ പേടിച്ചിട്ട് പോയെന്ന് പറഞ്ഞതിൽ വാസ്തവം ഉണ്ടാവുമോ?
പേടിച്ചിട്ട് പോയെന്ന് പറഞ്ഞതിൽ വാസ്തവം ഉണ്ടാകുമായിരിക്കും. കാരണം ആ BJP നിന്നൊരു മറയായിരുന്നു ചിലപ്പോൾ പോകുന്നത്, നമുക്കറിയത്തില്ല. മനസ്സിലായോ? അതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു സോ മച്ച് ചേട്ടാ. മുഖ്യമന്ത്രി പോണത് പുള്ളിയുടെ പേഴ്സണൽ ചിലവിലാണെന്നൊന്നും ഇപ്പോൾ ടി വിയിൽ പറയണ്ടായിരുന്നല്ലോ. പക്ഷേ ഇത് മുഖ്യമന്ത്രി പദവിയിലുള്ള ചുമതലകളൊന്നും ആരെ ഏൽപ്പിക്കാണ്ടാണ് പോയിരിക്കുന്നത്. അങ്ങനെയുള്ള പ്രോട്ടോക്കോൾ ഉണ്ടോ എനിക്കറിയില്ല അതിനെപ്പറ്റി. അല്ല, അത് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ തന്നെ. അല്ലേ, മുഖ്യമന്ത്രി ഇപ്പോൾ പോയത് ഇപ്പോൾ ഇന്നിപ്പോൾ പാർട്ടി സെക്രട്ടറി പറയണ്ടായിരുന്നു മുഖ്യമന്ത്രി പോയത് അദ്ദേഹത്തിൻ്റെ ചിലവിലാണെന്ന്. അപ്പോൾ ഇതിനകത്ത് മറ്റേ ആൾക്കാർ ഇതിന് കുത്തിപ്പൊക്കി വിഷയമാക്കണ്ടെന്ന് പറഞ്ഞത്. നമ്മൾ ആരുടെ ഒരു പ്രത്യേക പാർട്ടിക്കാരനൊന്നും അല്ല, എന്നാലും ഇന്നിപ്പോൾ ജസ്റ്റ് ടി വിയിൽ കേട്ട കാര്യമാണ് ഈ പറയണത്. അല്ല, ഇവിടെ ഇങ്ങനെ ലൈക്ക് ഇത്രയും പ്രോബ്ലംസ് ജനങ്ങൾ ഫേസ് ചെയ്യുമ്പോൾ മുഖ്യമന്ത്രി ഇങ്ങനെ വിദേശത്തേക്ക് പോവുകയാണ്. പെൻഷൻ പോലും ഇപ്പൊ പിന്നെയും കിട്ടാണ്ടായി. അത് ചുമതലകളൊന്നും ആരും അത് ചെയ്യാൻ ശരിക്കും പറഞ്ഞാൽ പാടില്ല. മുഖ്യമന്ത്രി ഏകപക്ഷീയമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളല്ലല്ലോ ഇവിടെ പെൻഷൻ ഇല്ലാത്തതും മറ്റു കാര്യങ്ങളുമല്ല. ശരിയല്ലേ? മുഖ്യമന്ത്രി ഏകപക്ഷീയമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമല്ല. അത് പൊതുവായിട്ടുള്ള കേരളത്തിനെ ബാധിച്ചേക്കണ ഒരു ഇതാണ്. ആ കേന്ദ്ര ഗവൺമെൻറ് പല കാര്യങ്ങളും ചെയ്യാത്തതുകൊണ്ടും സമയത്തിന് പൈസ കൊടുക്കാത്തതുകൊണ്ടും ഇവിടുത്തെ വരുമാനം കുറവായതിൻ്റെ പേരിലൊക്കെ ചെയ്യുന്ന കാര്യങ്ങളാണത്. അല്ലാതെ വേറെ കാര്യങ്ങളൊന്നുമില്ല. പൊതുവെ വരുമാനമില്ല. ഇവിടെയുള്ള വരുമാനം എന്താണ്? മദ്യം വിറ്റ് കാശുണ്ടാക്കുക, ലോട്ടറി വിറ്റ് കാശുണ്ടാക്കുക, മറ്റു വികസന പ്രവർത്തനങ്ങളൊന്നും നടക്കുന്നില്ല ഇവിടെ. അതിലൂടെ നടക്കുന്നത് മറ്റുള്ള സ്റ്റേറ്റുകളിലെ പോലെ ഏരിയ നമുക്ക് കുറവാണ്. കേരളം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാടിനെ വെച്ചും മറ്റൊക്കെ നോക്കുകയാണെങ്കിൽ വളരെ ഏരിയ കുറവാണ്. ഒരു വികസന പ്രവർത്തനം നടത്തുക, ഡെവലപ്മെൻറ്റ്സ് നടത്താനുള്ള പരിപാടികളൊന്നും നടക്കുന്നില്ല. പിന്നെ വർഷം ഈ സ്റ്റാമ്പ് ഡ്യൂട്ടി, ലാൻഡിൻ്റെയൊക്കെ സ്റ്റാമ്പ് ഡ്യൂട്ടി കൂട്ടുക, രജിസ്ട്രേഷൻ ഫീ കൂട്ടുക, മറ്റ് ഡെവലപ്മെൻറ്റ്സ് ഇവിടെ നടക്കുന്നില്ല. ജനങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങൾ ചെയ്താലേ അത് മേളിലോട്ട് ഒരു ഉയർച്ച ഉണ്ടാവുള്ളൂ. ഇത് ഡിപ്പാർട്ട്മെൻറ്റ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് എങ്ങനെ പൈസ ഉണ്ടാക്കണം എന്നാണ് അവർ നോക്കണത്. ജനങ്ങളെ എങ്ങനെ സ്വാധീനിക്കണം, ജനങ്ങളെങ്ങനെ കൈയെടുക്കണം ചിന്തയൊന്നും അവർക്കില്ല. അപ്പോൾ ഏത് പാർട്ടി ഭരിച്ചെന്നാലും ജനങ്ങളെ കയ്യിലെടുത്താലും മാത്രമേ മുന്നോട്ട് പോകുള്ളൂ. പക്ഷെ ഇങ്ങനെ ജനങ്ങളുടെ കാര്യങ്ങൾ നോക്കാതെ ഇങ്ങനെ സ്വന്തം കാര്യങ്ങൾ നോക്കി പോകുന്നത് ജനങ്ങളോടുള്ള കമ്മിറ്റ്മെന്റിനെ ചോദ്യം ചെയ്യില്ലേ? തീർച്ചയായിട്ടും. ഉത്തരവാദിത്വത്തിനെ ചോദ്യം ക്രിട്ടിക്കൽ മൊമെന്റിലേക്ക് ഇറങ്ങി നടക്കലല്ല വേണ്ടത്. അദ്ദേഹത്തെ എന്ന് വെച്ചാൽ അദ്ദേഹം ഒരു വ്യക്തിയാണ്. വ്യക്തിപരമായ ചില ഉത്തരവാദിത്തങ്ങൾ കുടുംബത്തോട് അയാൾക്കുണ്ട്. പക്ഷേ അയാൾ പോകാൻ പാടില്ലെന്ന് ആരും ബാൻ ചെയ്തിട്ടൊന്നുമില്ല. അങ്ങനെയൊക്കെ കാര്യങ്ങൾക്ക് പോവാം. അതിപ്പോൾ പബ്ലിക്കിൻ്റെയും മറ്റുള്ളവരുടെയും പ്രതിപക്ഷത്തിൻ്റെയും അറിയേണ്ടത് ഇത് ഗവൺമെൻറ് കാശ് വെച്ചിട്ടാണോ പോയതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഗോവിന്ദൻ പറയുന്നത്, പാർട്ടി സെക്രട്ടറി പറയുന്നത്, ഇപ്പോൾ KVയിൽ ഞാൻ കേട്ടതാണ്. പാർട്ടി സെക്രട്ടറി പറയുന്നത് ഇത് അങ്ങനെയല്ല, ഇത് ഈ രീതിയിലാണ് പോയേക്കണത്. അതിനെന്താണ് ആർക്ക് എത്ര ബുദ്ധിമുട്ടെന്ന് ചോദിക്കുന്നത്. അപ്പോൾ അതിനാർക്കൊരു മറുപടി പറയാനും കേട്ടില്ല. ഇനിയിപ്പോൾ 6 മണിക്കത്തെ വാർത്ത കേൾക്കുമ്പോൾ അറിയാം അതിൻ്റെ പ്രതികരണം എന്താണെന്നുള്ളത്. ഇപ്പോൾ EP ജയരാജൻ പറഞ്ഞു പാർട്ടിയിലുള്ളവർ എവിടെ പോകണം, എവിടെ പോയിട്ട് എന്ത് സംസാരിക്കണം എന്നുള്ളത് പാർട്ടിക്കാരാണ് തീരുമാനിക്കുക. അപ്പോൾ ഇതൊക്കെ എന്താ ജനങ്ങളോടും CPM ആ ഒരു പ്രസ്ഥാനത്തോടുമുള്ള ആ ഒരു കമ്മിറ്റ്മെൻറ്റ് അതിനെ ജനങ്ങൾ ചോദ്യം ചെയ്യില്ല. ഇതിപ്പോൾ രണ്ടാമത് ഭരണം കിട്ടിയപ്പോൾ തന്നെ ഇവരുടെ കാര്യങ്ങളൊക്കെ പോക്കായി. കാരണം ഇവർക്ക് ഓവർ കോൺഫിഡൻറ്റ് വന്നതോടുകൂടി പ്രവർത്തനങ്ങൾ കുറഞ്ഞു. രണ്ടാമത് ഇവർക്കെന്നല്ല ഒരു പാർട്ടിക്ക് രണ്ടാമത് ഭരണം കൊടുക്കാൻ പാടില്ല. തുടർ ഭരണത്തിനോട് താല്പര്യം കൊടുക്കരുത്. ഒരു കേന്ദ്ര ഗവൺമെൻറ്റിനും കൊടുക്കരുത്, കേരള ഗവൺമെൻറ്റിനും ഒരു പാർട്ടിക്കും കൊടുക്കരുത്. അവർക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു പ്രചോദനം ഉണ്ടാവും. ഓവർ കോൺഫിഡൻറ്റ് ഞങ്ങളെ എല്ലാവരും കൂടി തിരഞ്ഞെടുത്താന്നുള്ള തോന്നലുണ്ടാവും. എന്നാൽ പഴയവർ ചെയ്തതിൽ ഇരട്ടി കാര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യണമെങ്കിൽ മൂന്നാമതും ചിലപ്പോൾ തിരഞ്ഞെടുത്തിരിക്കും. അത് കേന്ദ്രത്തിനായാലും കൊള്ളാം, കേരള ഗവൺമെൻറ്റിനായാലും കൊള്ളാം, എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ. ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് പിണറായി വിജയൻ BJPയെ പേടിച്ചിട്ട് ഓടിപ്പോയതാണെന്നാണ്. പ്രചാരണത്തിനൊന്നും നിൽക്കാതെ BJPയെ പേടിച്ചിട്ട് ഓടിപ്പോയതാണെന്നാണ്. അതിനൊക്കെ എങ്ങനെ നോക്കിക്കാണുന്നു? പ്രചാരണം എന്താണ്? പ്രചാരണം ഇവിടെ കേരളത്തിലെ ഇലക്ഷൻ കഴിഞ്ഞല്ലോ. ഇനിയിപ്പോൾ ഇവിടെ എന്ത് പ്രചാരണം നടത്താൻ? ഇദ്ദേഹം മറ്റുള്ള സ്റ്റേറ്റുകളിൽ പോയി പ്രചാരണം നടത്തുമെന്ന് എനിക്ക് തോന്നണില്ല. അത് മറ്റുള്ള നേതാക്കന്മാരുണ്ടല്ലോ ഇതിനു വേണ്ടി. പിണറായി ഒരിടത്ത് പോയി അങ്ങനെ ദൂരെ അന്യനാട്ടിൽ പോയിട്ട് നോർത്ത് ഇന്ത്യയിലൊക്കെ പോയി പ്രചാരണം നടത്തിയായിട്ട് ഞാൻ എൻ്റെ അറിവിലില്ല. അങ്ങനെ നടത്താൻ പറ്റില്ല എന്നാണോ? നടത്താൻ പറ്റുമോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല. ഭാഷാപരമായ പ്രശ്നങ്ങൾ വരെ ഉണ്ടാവും. കേരളത്തിൽ കിടന്ന് എന്ത് കസരത്തും വേണമെങ്കിൽ കാണിക്കാമല്ലോ. പക്ഷേ അത് മറ്റുള്ള ഒരു കേന്ദ്രത്തിലെ ആൾക്കാർ ഇവിടെ വന്ന് പ്രചരണം നടത്താനുള്ള അതേ ഒരു ഊർജ്ജത്തോടുകൂടി ഇദ്ദേഹം അവിടെ പ്രചരണം നടത്തുമെന്ന് എനിക്ക് തോന്നണില്ല. എൻ്റെ അറിവ് അതാണ്. നടത്താൻ സാധ്യതയില്ല. ഓക്കെ ചേട്ടാ, താങ്ക് യു സോ മച്ച്. പെൻഷൻ ഉണ്ടോ? വിധവാ പെൻഷൻ ഉണ്ട്. അതൊക്കെ കിട്ടാറുണ്ടോ സമയത്തിന്? കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഈ ഇടയ്ക്ക് കിട്ടാണ്ടായി. ഇലക്ഷൻ്റെ സമയത്ത് കിട്ടിയായിരുന്നില്ല. ഇപ്പൊ പിന്നെ ഒരു മാസത്തെ കിട്ടാണ്ടായി. കിട്ടാതിരിക്കുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവും. ചിലവർ ഉണ്ടാക്കുന്നുണ്ട്. ഞാനതിന് നിൽക്കണില്ല. പറഞ്ഞ് മനസ്സിലാക്കണവർ ആക്കിക്കോളും. അല്ലാണ്ട് നമ്മൾ
വെറുതെ അറിയാത്തവർ പോയി മേപ്പിട്ട് പോയി ചാടിയിട്ട് ഒരു കാര്യമില്ല. വീടിന് എഴുതി കൊടുത്തിട്ട് കുറേ ആയി. അതാണ് ഇപ്പോൾ അവിടെ സ്ഥലം വാങ്ങിയിട്ടുണ്ട്, ഇവിടെ സ്ഥലം വാങ്ങിയിട്ടുണ്ട് പറഞ്ഞിട്ട് വർഷം ഇപ്പോൾ ഞാൻ 17 വർഷമൊക്കെ ആയി ഞാൻ എഴുതി കൊടുത്തിട്ട്. ഇതുവരെ വന്നു മോളുടെ കല്യാണ സമയത്ത് വന്നപ്പോൾ ആ സമയത്ത് കല്യാണം പിന്നെ ഇതും കൂടി എനിക്ക് ഉൾക്കൊള്ളാം. അപ്പം ഞാനത് പിന്മാറിയപ്പോൾ പിന്നെ രണ്ടാമത് എഴുതി കൊടുത്ത് പിന്നെയും വന്നപ്പോൾ പിന്നെ അവർ അവിടെ കെട്ടിത്തരാം ഇവിടെ കെട്ടിത്തരാം പറഞ്ഞിട്ട് ഇപ്പോൾ അവസാനം പറയുന്നുണ്ട് സ്ഥലം ഉണ്ട് കണ്ടെത്തി വീട് കെട്ടിത്തരാം എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെയാണ് ഓരോ പ്രശ്നം.